ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സെൻ എസ്റ്റിലോ ആണ്. കെ സീരീസ് എഞ്ചിനാണിത്. 2010 മോഡലാണ് വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,05,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് റേസ് ആകുകയാണ്. അതുപോലെ തന്നെ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡാണ്. ഇതിനകത്ത് പെഡൽ നമ്മൾ ചവിട്ടുമ്പോൾ നല്ലവണ്ണം ഹാർഡുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ക്ലച്ച് നല്ലോണം റൈസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ക്ലച്ച് കേബിളും ക്ലച്ചിൻ്റെ ഫുൾ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് മാറാം. അതുകൂടാതെ ഇതിനകത്ത് സ്റ്റിയറിങ്ങിൻ്റെ റാക്കിൽ സൗണ്ട് വരുന്നുണ്ട്. സസ്പെൻഷൻ സൗണ്ട് സ്റ്റിയറിംഗ് റാക്കിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് റാക്കിൻ്റെ ബുഷ് പോയിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതും മാറ്റാം. പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റുകൾ ആ സൈഡ് വീക്കുണ്ട്, ഈ സൈഡ് കുഴപ്പമില്ല. മറ്റേ സൈഡ് നല്ല വീക്കുണ്ട് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതും കൂടെ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ വർക്കും അതുപോലെ തന്നെ ക്ലച്ച് വർക്കാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇറക്കാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സൈഡിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ് റിമൂവ് ചെയ്യാനുണ്ട്. ബാറ്ററി, അതുപോലെ ബാറ്ററി ട്രേ, അതുപോലെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ലൈൻ പിടിക്കുക, അതുപോലെ ഗിയർ ബോക്സ് മൗണ്ട്. എന്നിട്ട് ആ ഗിയർ ബോക്സിൻ്റെ ചുറ്റ് ബോൾട്ടും ആ ഡ്രൈവ് ഷാഫ്റ്റും അഴിച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. വലിയ റിസ്ക് ഒന്നുമില്ല അതിന്. ഈ സൈഡിന് നമുക്ക് വെളിയിലെടുക്കാൻ പറ്റും. ഇത് നമ്മളിത് അഴിച്ച് നോക്കിയതിൽ ക്ലച്ച് കംപ്ലീറ്റും പോയിട്ടുണ്ട്. ഇതുണ്ടോ, ക്ലച്ച് ഫുള്ളായിട്ട് റേസായി ഓടിയിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും മറ്റേ ഫ്ലൈ വീൽ സൈഡ് അങ്ങനെ അത്ര പെട്ടെന്ന് തേയില്ല. ഈ പ്രഷർ പ്ലേറ്റിൻ്റെ സൈഡാണ് കൂടുതലായിട്ടും തേയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജും ഡിസെൻഗേജും വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് തേയുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റും പോയി. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് തേഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഈ ലൈൻ മാർക്ക് ഇൻഡിക്കേഷൻ മാർക്കാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. മൊത്തം തേഞ്ഞ് ഓടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫിംഗറും അത്യാവശ്യം ഹാർഡായിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് റിലീസ് ബെയറിംഗ് ഇരിക്കുന്ന ഭാഗത്ത് നല്ലോണം ബെൻഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റ് മാറാം. അതുപോലെ തന്നെ ഈ പൗഡർ വരുന്നത് ക്ലച്ച് കരിഞ്ഞതിൻ്റെ പൗഡറാണിത്. ക്ലച്ച് കരിഞ്ഞിട്ട് വരുന്ന പൊടികളാണ് ഇതിനകത്ത്. അത്രയും ആ ക്ലച്ചിൻ്റെ പൊടിയാണ് കംപ്ലീറ്റ് ഇതിനകത്ത് കിടക്കുന്നത്. റിലീസ് ബെയറിംഗ് സൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് സെറ്റ് മാറുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതുമാത്രമല്ല, ഇത് നല്ല ഷെയ്ക്ക് ഉണ്ട് കണ്ടോ റിലീസ് ബെയറിംഗ്. അപ്പോൾ അത് മാറുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ലിവറൊന്ന് അഴിച്ച് പക്കയായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് ഇരിക്കുന്ന ആ ഫോർക്കിനകത്ത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത്, ഇപ്പോൾ സ്റ്റെപ്പായിരിക്കണം ഇതിനകത്ത് നല്ലവണ്ണം എമരി ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. എന്നാൽ മാത്രമേ ആ ക്ലച്ചിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ടൈറ്റ്നെസ്സും മാറുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളും മാറ്റിവിടാം. കേബിളും അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ കേബിളും കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ക്ലച്ചിലിപ്പോൾ മെയിനായിട്ട് വരുന്നത് ക്ലച്ച് കേബിൾ, റിലീസ് ബെയറിംഗ്, ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, ഈ റിലീസ് ബെയറിംഗ് 5 ഐറ്റമാണ് ഇതിനകത്ത് വരുന്നത്. ആ 5 ഐറ്റം നമ്മൾ മാറി കഴിഞ്ഞാൽ തന്നെ ക്ലച്ച് ഏകദേശം നല്ല സ്മൂത്താകും. ആക്സിലറേഷൻ പെഡൽ നമ്മൾ ചവിട്ടുന്നത് പോലെ തന്നെ നല്ല സ്മൂത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ പൈലറ്റ് ബെയറിങ്ങും ഇതോടുകൂടി തന്നെ മാറ്റിവിടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ വിലയുള്ളൂ. ആകെ ഒരു 120-130 രൂപ വരുള്ളൂ ബെയറിങ്ങിന്. അതും മാറ്റി ഫ്ലൈ വീല് കറക്റ്റായിട്ട് നല്ലോണം എമരി ഇപ്പോൾ തേഞ്ഞ് ഓടിയതിൻ്റെ നല്ല ഒരു മിനുസം പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് ഇട്ടാലും ആ ഒരു ഫ്രിക്ഷൻ അതിനകത്ത് കിട്ടില്ല. അപ്പോൾ അതൊന്ന് എമരി ഇട്ട് നല്ലോണം തേച്ചിട്ട് വേണം നമുക്ക് പുതിയ ക്ലച്ച് സെറ്റ് അതിനകത്ത് കയറ്റാനായിട്ട്. നമ്മൾ ഇപ്പോൾ ക്ലച്ച് സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മാരുതിയുടെ ജെന്യൂൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് കെ സീരീസിനെ എല്ലാത്തിലും ഡിസ്കും അതുപോലെ തന്നെ ക്ലച്ച് കവർ അസംബ്ലിയും സെപ്പറേറ്റ് ആണ് വരുന്നത്. ഒരുമിച്ചല്ല വരുന്നത്. സെറ്റ് ഓഫ് 2 അല്ല വരുന്നത്. സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇത് മാരുതിയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ്. ഇത് വരുന്നത് വാല്യൂവിലാണ് വരുന്നത്. നമുക്ക് വാല്യൂയുടെ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. വാല്യൂയുടെ സെയിം ബ്രാൻഡ് തന്നെയാണ് മാരുതിയുടെ ഓയിലും കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറ്റുമ്പോൾ എന്തായാലും ഇതിവിടെ ഒരു ഓയിലിൻ്റെ ഒരു അംശം ഇതിനകത്തുണ്ട് കണ്ടോ. അപ്പോൾ എപ്പോഴും ഇത് കയറ്റുമ്പോൾ ഒരു തിന്നറോ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്രോളോ ഇട്ടിട്ട് ഒരു തുണിയിൽ പെട്രോൾ ഇട്ടിട്ട് മൊത്തം ഡ്രൈൻ ചെയ്തിട്ട് വേണം ഇത് കയറ്റാനായിട്ട്. അല്ലാത്ത പക്ഷം ക്ലച്ച് വീണ്ടും സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. പിന്നെ കവർ അസംബ്ലി ഇതാണ്. അതും വാല്യൂവിൽ തന്നെയാണ് വരുന്നത്. രണ്ടും വാല്യൂവിൽ തന്നെയാണ്. ഇത് കണ്ടോ, വാല്യൂവിലാണ് വരുന്നത്. ഇത് കവറിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 900 രൂപ വരുന്നുണ്ട് ക്ലച്ച് കവർ മാത്രം. അതുപോലെ ക്ലച്ച് ഡിസ്ക് 1170 രൂപ ക്ലച്ച് ഡിസ്കിന് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2000 ചില്ലാൻ രൂപ ക്ലച്ച് സെറ്റിന് വരുന്നുള്ളൂ. അതുപോലെ റിലീസ് ബെയറിങ് അതും ഒറിജിനൽ തന്നെയാണ്. ആൾട്ടോൻ്റെ എല്ലാത്തിൻ്റെയും സെയിം ആണ്. ആൾട്ടോ മറ്റേ വാഗണർ എല്ലാം സെയിം തന്നെയായിരിക്കും.
അത് 595 രൂപ വരുന്നുണ്ട്. അതുപോലെ റാക്ക് ബുഷും ഇത് MGP തന്നെ കിട്ടാനുണ്ട്. നമ്മൾ 110 രൂപ അങ്ങാണ്ട് വരുന്നുള്ളൂ റാക്ക് ബുഷിന്. ഈ റാക്ക് ബുഷും ഇതിനകത്ത് മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ റാക്ക് ബുഷ് നല്ലോണം സൗണ്ട് ഉണ്ട്, കടകടാന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾക്ക് മാറ്റിവിടാം. അതുപോലെ തന്നെ ഇതിൽ AC ഇട്ട് ഓൺ ചെയ്തിട്ടിരിക്കുമ്പോൾ RPM ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. ഇതിൽ ത്രോട്ടിൽ ബോഡി നല്ലോണം കാർബൺ കയറിയിട്ടുണ്ട്. കണ്ടോ, കാർബൺ നല്ലോണം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കംപ്ലീറ്റും ബ്ലോക്കാണിത്. ഇതാണ് നമ്മൾ RPM AC ഇടുമ്പോഴും അതുപോലെ തന്നെ RPM കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണിത്. അതും ഇത്തിരി അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ഈ മോട്ടറും കൂടെ അഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് കറക്കി നോക്കിയിട്ട് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രീ ആക്കണം. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ പെഡൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രീ തന്നെയാണ്. ഇത് തന്നെ ഉണ്ടോ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ട്. പക്ക ഫ്രീ ആണിപ്പോൾ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിനകത്ത് ഭയങ്കര ഹാർഡായിരുന്നു ക്ലച്ച് ചവിട്ടി എടുക്കുമ്പോഴത്തേക്കും. നമ്മൾ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലോങ് ഒരു 100 കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേക്കും കാലിന് ഭയങ്കര പെയിൻ ആവണമെന്നാണ്. അപ്പോൾ ആ നമ്മൾ ക്ലച്ചിൻ്റെ ആ ഫുൾ സെറ്റ് കംപ്ലീറ്റ് മാറിയത് കൊണ്ട് ആ ക്ലച്ച് ഇപ്പോൾ നമ്മൾ ആക്സിലേഷൻ എത്രത്തോളം ചവിട്ടുന്ന ആ ഒരു സ്ട്രെയിൻ മാത്രമേ ഇതിനകത്ത് ക്ലച്ചിനകത്ത് വരുന്നുള്ളൂ. അത്രയും ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ക്ലച്ച് വർക്കാവുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് മാറുമ്പോൾ എപ്പോഴും ക്ലച്ചിൻ്റെ റിലേറ്റഡ് പാർട്സ് കംപ്ലീറ്റ് മാറി ആ ക്ലച്ചിൻ്റെ റിലീസിങ് ഫോർക്ക് കംപ്ലീറ്റും ലൂബ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ തന്നെ ഏകദേശം പക്ക എന്താ പറയുക ഫ്രീ ആവും ക്ലച്ച്. അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന പവർ കറക്റ്റായിട്ട് ട്രാൻസ്മിഷനിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഒരു പൊടിക്ക് പോലും സ്ലിപ്പ് ആവാതെ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ. അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവും, മൈലേജും ഉണ്ടാകും. അതുപോലെ തന്നെ ചെറിയൊരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ സ്ലിപ്പ് ആകുമ്പോഴാണ് ഈ മൈലേജിൻ്റെ ഷോട്ട് അതുപോലെ എഞ്ചിൻ ക്ലച്ച് വിടുമ്പോൾ വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ചില വണ്ടികളിൽ നമ്മൾ ക്ലച്ച് മാറിയാലും വൈബ്രേഷൻ മാറില്ല, ചിലപ്പോൾ വൈബ്രേഷൻ വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നമ്മൾ ഫ്ലൈ വീല് കറക്റ്റ് ഉരച്ചിടണം. ഉരച്ച് നല്ല എമരി ഇട്ടിട്ട് നല്ല ഉരച്ച് ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് കവർ അസംബ്ലിയിൽ വരുന്ന സമയത്ത് ചെറിയൊരു ഓയിലിൻ്റെ മയം ഉണ്ടാകും. അതും പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അങ്ങനെ കയറ്റിയാൽ മാത്രം തന്നെ ക്ലച്ച് സ്ലിപ്പാകാതെ കറക്റ്റ് ലെവലിൽ വർക്കാവുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ സ്ലിപ്പ് ആകുമ്പോഴാണ് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ജെർക്കിങ്ങും വൈബ്രേഷനും അതുപോലെ റൈസ് ആകുന്ന കംപ്ലൈൻ്റ് ഒക്കെ കിട്ടുക. അപ്പോൾ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇപ്പോൾ AC ഓണാണ്. നേരത്തെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, RPM ഫ്ലക്ച്വേഷൻ വരുമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഏകദേശം 850-900 RPM കറക്റ്റ് സ്റ്റില്ലായി നിൽക്കുന്നുണ്ട്. കണ്ടോ, നേരത്തെ ഇങ്ങനെയല്ല. AC ഇട്ട് കഴിഞ്ഞാൽ RPM ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടേയിരിക്കും, കൂടിയും കുറഞ്ഞും. ഇപ്പം അത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതിൻ്റെ ഐഡിയൽ പൊസിഷൻ കൺട്രോൾ വാൾവിൻ്റെ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ കറങ്ങുന്നുണ്ടായിരുന്നില്ല ആ മോട്ടറിൻ്റെ അവിടെ. അത് അഴിച്ച് ക്ലീൻ ചെയ്തപ്പോഴാണ് ഏകദേശം ഇത് ശരിയായിരിക്കുന്നത്. ത്രോട്ട് ബോഡി ക്ലീനിങ്ങിലാണ് ഈ RPM ഫ്ലക്ച്വേഷൻ ഇപ്പോൾ ശരിയായിരിക്കുന്നത്.